നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ലിൻഡു കീറ്റിക്കൽ. നമ്മളുടെ ചന്ത എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന സെയിൽ പോസ്റ്റുകളാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് കാണിക്കുന്ന ഈ അടിപൊളി ആട്, രണ്ടാം പ്രസവത്തിന് 2 മാസം മുൻപ് ക്രോസ് ചെയ്യിച്ച ഈ ഫീമെയിൽ. ഇതിനുദ്ദേശിക്കുന്ന വില 23,500 രൂപ. ഇത് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പുതുക്കാടാണ്. ഇതിനെ വേണ്ടവർ 8590128244 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. വാങ്ങിക്കാൻ പോകുമ്പോൾ അറിവുള്ള ആളുകളെ കൂടെ കൊണ്ടുപോവുക. പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ മാത്രം വാങ്ങിക്കുക. ഞാൻ അടിപൊളി ഫീമെയിൽ എന്ന് പറയാൻ കാരണം അടിപൊളി വെള്ളിക്കണ്ണാണ്, നല്ല ബോഡി സ്ട്രക്ചറൊക്കെ ഉണ്ട്. പാരൻറ്റ് സ്റ്റോക്കായിട്ട് വാങ്ങി നിർത്താൻ പറ്റുന്ന സൂപ്പർ ഫീമെയിലാണ് കേട്ടോ. പിന്നെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന തീറ്റക്രമം കണ്ടിന്യൂ ചെയ്യുക. ആയം പോലെ നമ്മൾ തീറ്റക്രമത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാം. നമ്മളുടെ ചന്ത എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ കർഷകരുണ്ട്, അതേപോലെ തന്നെ കച്ചവടക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, എല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ മാത്രം വാങ്ങിക്കണം കേട്ടോ. ഇപ്പം ഞാനോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനായ എൻ്റെ അനിയനോ ഒന്നിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതല്ല. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പോയി കണ്ട് വാങ്ങിക്കുക. അതേപോലെ തന്നെ ഈ കാണിക്കുന്ന ഫീമെയിൽ കടിഞ്ഞൂൽ പ്രസവത്തിന് ക്രോസ് ചെയ്ത് 1.5 മാസം മുന്നേ ക്രോസ് ചെയ്ത് നിർത്തിയ ഈ ഫീമെയിൽ. ഇതിനുദ്ദേശിക്കുന്ന വില 12,600 രൂപ. ഈ 12,600 രൂപ എന്ന് പറയുന്നത് ഫിക്സ്ഡ് പ്രൈസാണ് കേട്ടോ. അവർ മാറ്റമൊന്നുമില്ല. ഇത് ഏകദേശം 32 കിലോ തൂക്കമുണ്ട്. ഇതിനെ വേണ്ടവർ 9446565820 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഇവർക്ക് ഓൾ കേരള ഡെലിവറി ഉപാധികളോടുകൂടെ ചെയ്തു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് കാണിക്കുന്ന ആടുകളെല്ലാം നിൽക്കുന്നത് മലപ്പുറം മഞ്ചേരിയാണ്. ഫസ്റ്റ് കാണിക്കുന്ന 3 മാസം ചെനയുള്ള ആട്. ഇതിനുദ്ദേശിക്കുന്ന വില 8,800 രൂപ. ഇതിനെ വേണ്ടവർ 9567859612 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. നമ്മളുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ല ആടുകൾ നമ്മളുടെ മലബാറി ആടും അതേപോലെ തന്നെ ക്രോസ് ബ്രീഡ് ആടുകൾ, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഈ കാണിക്കുന്ന ആടും 3 മാസമായ 3 കുട്ടികൾ, അതിൽ ഒരു മുട്ടൻകുട്ടി 2 പെടക്കുട്ടി. ഇത് 4 കൂടി ഉദ്ദേശിക്കുന്ന വില 21,500 രൂപ. പിന്നെ എല്ലായ്പ്പോഴും അഴിച്ചിട്ട് വളർത്തുന്ന ആടുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാഹ്യപരാധങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് ഡോക്ടർമാരെ കാണിച്ച് അതിനുള്ള മരുന്ന് ചെയ്യുക. അതേപോലെ കുട്ടികൾക്ക് മരുന്ന് സമയാസമയത്തിന് കൊടുക്കുക. ഡോക്ടർമാർ പറയുന്ന മീനെണ്ണയോ അല്ലെങ്കിൽ മിനറൽ മിക്സറോ കൊടുക്കാൻ ശ്രമിക്കുക. അധികം കൊടുത്തില്ലെങ്കിലും കുറച്ചൊക്കെ കൊടുക്കുക. പിന്നെ പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഒരു മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പനിയും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. അതേപോലെ തന്നെ ഈ ഒരു വയസ്സ് പ്രായമായ 50 കിലോ ബോഡി വെയ്റ്റ്, ഏകദേശം 50 കിലോ ബോഡി വെയ്റ്റുള്ള ഈ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക്. ഇതിന് ഉദ്ദേശിക്കുന്ന വില 21,500 രൂപ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന മുട്ടൻകുട്ടികളെ ഇതിൽ കാണിക്കണ പോലെ ഇടി പഠിപ്പിക്കാതിരിക്കുക. ഇതിൽ ഇവൻ തമാശയ്ക്ക് ഇവനെ ഇടി പഠിപ്പിക്കുന്നുണ്ട്, ഇടിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. നോർത്തിലൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നല്ല മുട്ടൻകുട്ടികളെ ഇങ്ങനെ ഒന്ന് വാശി പിടിപ്പിക്കുക എന്നൊക്കെ ഉള്ള കാര്യം, ഈ ചെയ്യുന്ന പരിപാടി. പക്ഷെ ഇങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയാം. കാരണം പ്രത്യേകിച്ച് ക്രോസ് ബ്രീഡ് ആടുകൾ അതേപോലെ തന്നെ പ്യുവർ ജമുനാപ്യാരി മുട്ടന്മാരെയൊക്കെ ഇങ്ങനെ ഇടി പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങിക്കൊണ്ടുപോകുന്നവർക്ക് നല്ല പണി കിട്ടും. ഒരു പ്രായം കഴിയുമ്പോൾ ഇവൻ നല്ല ഇടിക്കും. പിന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ക്രോസിങ് കഴിഞ്ഞ് നമ്മൾ കൂട്ടി കയറ്റാൻ നോക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും അവൻ കയറി വന്ന് ഇടിക്കുക. പിന്നെ ദേഷ്യം ഭയങ്കരമായിട്ട് കൂടും, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഇടി പഠിപ്പിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഇതിനൊരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല കേട്ടോ.
ഇങ്ങനെ ചെയ്ത് കഴിയുന്നത് കാണുമ്പോൾ അടിപൊളിയാണ്, പക്ഷേ നല്ല ഇടി കിട്ടും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ കാണിക്കുന്ന ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയും പെടക്കുട്ടിയും ഇത് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില 4200 രൂപ. ഇതും സെയിം ഓണറുടെ കയ്യിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്പർ എഴുതിയെടുക്കാത്തവരൊന്നും കൂടി എഴുതിയെടുത്തോളൂ. 9567859612. പിന്നെ നിങ്ങളുടെ കമൻസ് എന്തായാലും വേണം കേട്ടോ. നമുക്ക് പറയുന്നതിൽ ഇപ്പോൾ തെറ്റിയൊക്കെ പോയിട്ടുണ്ടാവാം. അതേപോലെ നമ്മ കൊടുത്ത ആടുകൾക്കോ അങ്ങനെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് നമ്മളുടെ യൂട്യൂബ് ചാനൽ ഇമ്പ്രൂവ് ആക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ആടുകളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്